ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അഡ്മിഷനായിട്ട് ഇന്ന് പോവുകയാണ് കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഉണ്ണിയും ചേട്ടൻ എന്തൊക്കെ എടുക്കണോ അതൊക്കെ ഇന്ന് കാണാൻ പറ്റുള്ളൂ. പോണ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴി കാണാം. അപ്പോൾ എനിക്ക് മാർച്ച് 17-ാം തീയതിയാണ് കേട്ടോ അഡ്മിഷൻ പറഞ്ഞിരിക്കണത്. അപ്പോൾ 7:30 മുന്നേ തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6:45 കഴിഞ്ഞ ടൈമിൽ ഞങ്ങളിത് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതേ വണ്ടിയിലേക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ 7:30 എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഡോക്ടർ 8 മണി ടൈം ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വന്ന് സെറ്റായിട്ട് അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അതുപോലെ തന്നെ ഉണ്ണിയും പിന്നെ എൻ്റെ ചേട്ടനും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണതും പിന്നെ അവിടെയുള്ള കുഞ്ഞ് കുഞ്ഞ് ഒരു ക്ലിക്സും മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോയിൽ വരണതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ണിയും ചേട്ടനൊക്കെ എടുത്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതേ നേരെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം കുറച്ചധികം അഡ്മിഷൻസ് ഇന്ന് തന്നെ ഉണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയവരുടെ, ഡെലിവറിക്കുള്ളവരുടെ അഡ്മിഷൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട് എന്നെ പിന്നെ കാണാണ്ടാവും. പിന്നെ ചേട്ടനോ ഉണ്ണികൾക്കോ അവർക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഗ്രില്ലിൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ 17-ാം തീയതി ഒരു 11 മണി, രാവിലെ 11 മണിക്ക് ആയപ്പോൾ എനിക്ക് ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബ് നൈറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ലേബർ റൂമിലേക്കൊക്കെ കയറ്റിയപ്പോഴത്തേക്കും ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയറ് കഴുകണ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് പെയിൻ വരവൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് 17-ാം തീയതി ഡെലിവറി ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 18-ാം തീയതിയാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. 18-ാം തീയതി അങ്ങനെ ഒരു ഈവനിങ്ങിലൊക്കെയാണ് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും എനിക്ക് പെയിനേ വരുന്നുണ്ടായിരുന്നില്ല രാവിലെ തൊട്ട്. ഒരു 2 മണി വരെ ഒന്നും എനിക്ക് പെയിനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ചേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ അമ്മ അതേ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ചേട്ടനൊന്നും ഫുഡ് കഴിക്കാണ്ട് പോലാണ് കേട്ടോ അങ്ങനെ നിന്നുകൊണ്ടിരിക്കണത്. ഞാനിപ്പോൾ ഈ എഡിറ്റിങ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായേട്ടാ. അപ്പോൾ ഇതേ അമ്മ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഫുഡൊന്നും കഴിക്കാണ്ട് അമ്മയും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 3:20 കൂടിയിട്ട് തന്നെയാണ് എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെയിൻ വരാണ്ടായപ്പോൾ ഏകദേശം ഒരു 2:30 ആ ഒരു ടൈമിൽ നമ്മുടെ വെള്ളം പൊട്ടിച്ച് കളയാനുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ടാണ് എനിക്ക് നല്ല പോലെ പെയിൻ വന്നത്. ഏകദേശം ഒരു 45 മിനിറ്റോളമാണ് പെയിനൊക്കെ ഉണ്ടായിരുന്നത്. അതോടുകൂടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ആൻറ്റിയാണ്, കുഞ്ഞാൻറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഗ്രില്ലിൻ്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരാൾക്ക് മാത്രമാണ് കേട്ടോ അങ്ങോട്ട് പ്രവേശനമുള്ള ഉള്ളിലേക്ക്. അങ്ങനെ നമ്മുടെ ഉണ്ണീനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിവാവ. അപ്പോൾ നമുക്ക് ആൺകുട്ടിയാണ് കേട്ടോ ഉണ്ടായിരിക്കണത്. അങ്ങനെ എല്ലാവരും ഉണ്ണീനെ കണ്ട സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ എക്സ്പ്രഷനൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ എന്തായാലും പറയണതായിരിക്കും കേട്ടോ. അപ്പോൾ 8 ദിവസത്തെ ആ ഒരു ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോണ ഒരു സീനാണ് ഇത്. പിന്നെ അതിന് മുന്നുള്ള ദിവസങ്ങളൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഡെലിവറിനേക്കാളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ കടന്നു പോകാനാണ് ബുദ്ധിമുട്ടെന്ന്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ബിഹേവിയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ
ചില കാര്യങ്ങളൊക്കെ എന്നെ മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണം എന്നുണ്ട്. അപ്പോൾ എല്ലാതും ഓക്കെ ആയിട്ട് ഞാനൊന്ന് സെറ്റായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ 8 ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തൊട്ടടുത്ത ബെഡ് തന്നെയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളും അവളുടെ അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ആ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ ദിവസങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ട് ആ ചേച്ചിയും അതുപോലെ തന്നെ അവളായാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ആയതും സെയിം ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഹോസ്പിറ്റൽ വ്ളോഗ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.